ജീവിക്കും ഞാൻ യേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. കീർത്തിക്കും ഞാൻ യേശുപരാ. കർത്തനു തുല്യനായി ആരുമില്ല. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. മഹിമയിൻ പ്രഭുതാൻ മഹത്വത്തിൻ യോഗ്യൻ മാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥ നീ എൻ ദൈവം. യേശുനാഥ നീ എൻ ആശ്രയം. യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ആദ്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അവനെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇനി റോമലേഖനം തന്നെ ആ അധ്യായത്തിൽ തന്നെ 8-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സ്വന്തം പറഞ്ഞാൽ ഈ 3 വാക്യം എന്ന് പറയുന്നത് പൊതുവായ ഒരു കാര്യമാണ്. ദൈവ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ദൈവ മക്കളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. എന്നാൽ ഈ 3 വചനത്തിനും വിവിധ ഘട്ടമുണ്ട്, വിവിധ ഭാഗമായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ വിവിധ പൊസിഷൻ ആയിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ആരംഭഘട്ട ദൈവപുത്രന്റെ പദവിയിലേക്ക് വരുന്നതിന്റെ ആരംഭഘട്ടത്തെ പറയുകയാണ്. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. എല്ലാവരും പറഞ്ഞാട്ടെ, ഏവർക്കും. അതിൽ ജാതിയില്ല, മതമില്ല, സൗന്ദര്യമില്ല, നിറമില്ല, രാജ്യമേതെന്നില്ല, ഭൂഖണ്ഡമേതെന്നില്ല, ഒന്നുമില്ല. ഏവർക്കും അവർക്കുണ്ടായിരിക്കേണ്ട ഏക യോഗ്യത എന്ന് പറഞ്ഞാൽ അവർ യേശുവിനെ അറിഞ്ഞിരിക്കണം. ഒരു സ്വന്തം പറഞ്ഞാട്ടെ. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അടുത്ത പറയുകയാണ്, ദൈവ മക്കൾ ആകുവാൻ അധികാരം കൊടുത്തു. എല്ലാവരും പറഞ്ഞാട്ടെ, അധികാരം കൊടുത്തു. ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അവർ ദൈവമക്കൾ അല്ലായിരുന്നു. അപ്പോ യേശുവിനെ കൈക്കൊണ്ട നിമിഷം, യേശുവിനെ അവൻ വിശ്വസിച്ച നിമിഷം അവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ കൊടുത്തു. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. അതുപോലെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ദൈവ മക്കൾക്ക് ദൈവം ഒരു സ്ഥാനം നൽകിയിരിക്കുന്നതിനാണ് വചനം പറയുന്നത്. മകൾ എന്നുള്ള ഒരു സ്ഥാനമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? അരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പകൽ അവൻ എത്ര പേർ ആ സന്തോഷത്തിൽ അവൻ പങ്കുചേരുന്നുണ്ട്? അവൻ ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. അമേൻ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇതിന് വിശദീകരിച്ചൊരു പഠനം സഭയ്ക്കകത്തില്ല. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ മകൻ എന്നുള്ള പൊസിഷൻ നമുക്ക് തന്നതേ ഉള്ളൂ എന്ന്, ഒരു സ്ഥാനം തന്നു. ഒരു സ്വത്രം. അതാ അമേൻ ഇവിടെ ഇന്ന് രാവിലെ അമേൻ പ്രിയ ബ്രദർ പ്രബോധിപ്പിച്ചപ്പോ പറഞ്ഞത്, ഈ സ്ഥാനം ദൈവം ഒരുക്കി വെച്ചേക്കുന്നത് എന്നെ കണ്ടപ്പോഴല്ല, അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എനിക്ക് വേണ്ടി ഒരു പൊസിഷൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ മകൻ എന്നുള്ള ഒരു പൊസിഷൻ ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ പൊസിഷനിൽ ഒരു അധികാരമുണ്ട്. ഈ പൊസിഷനിൽ ഒരു മാനേജർ എന്നുള്ള ഒരു പൊസിഷൻ ഒരാൾക്ക് കൊടുത്താൽ ആ പൊസിഷൻ ഒരു അധികാരമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റർ എന്നുള്ള ഒരു പൊസിഷൻ കൊടുത്താൽ ഈ പൊസിഷനിൽ അധികാരമുണ്ട്. സ്വത്രം. അത് ഈ അധികാരം എവിടെ നിന്നാണ് വെളിപ്പെടുന്നത്? പൊസിഷൻ, അതായത് അവനായിരിക്കുന്ന സ്ഥാനത്തിനാണ് അധികാരം.
ഹല്ലേലൂയ. സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ അധികാരം എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നവരുടെ അധികാരം എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ സ്ഥാനത്തിലാണ്. ഇന്ന് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ അധികാരം നിങ്ങൾ തിരിച്ചറിയും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ സ്ഥാനം ദൈവപുത്രനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ അധികാരം എന്ന് തിരിച്ചറിയും. അതെ, നിങ്ങളുടെ അധികാരം എന്ന് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞ ഈ അധികാരം തിരിച്ചറിയുന്നതിന് തൊട്ടു മുമ്പ് വരെ നിന്നെ ഭയപ്പെടുത്തിയ എല്ലാ ദുഷ്ടശക്തിയുടെ മേലും നിങ്ങൾ ജയമെടുത്ത് തുടങ്ങും. ഒരു സ്വത്രം ഇത് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ അധികാരത്തിന്റെ അഭിഷേകം, ആ അധികാരത്തിന്റെ നിറവ്, ആ അധികാരത്തിലേക്ക് ദൈവമക്കളുടെ അധികാരത്തിലേക്ക് ദൈവജനത്തെ അവൻ ആ ഒരു വെളിപ്പാടിലേക്ക് ദൈവം കയറ്റട്ടെ. ഇതൊരു പൊസിഷനാണ്. രണ്ട്, ഈ പൊസിഷനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വെളിപ്പാടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് എന്ത് നൽകണം? ഒരു ഉറപ്പ് തരണം. ദൈവം നമുക്ക് ദൈവത്തിന്റെ മകനാണ് എന്ന് ഉറപ്പ് തന്നിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ ആത്മാവിനെ തന്നാണ്. ഈ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് ദിവസവും സംസാരിക്കുന്നുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണെന്ന്. അപ്പൊ എല്ലാ ദിവസവും ആത്മാവ് സംസാരിക്കുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആദ്യം വേണ്ടത് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. ദൈവത്തിന്റെ മകനാണെന്ന്, ദൈവത്തിന്റെ മകളാണെന്ന് ദൈവത്തിന് ഉറപ്പിക്കണം. അപ്പോ ഈ പൊസിഷനിനകത്തൊരു അധികാരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അധികാരത്തെയാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 16 പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എന്റെ നാമത്തിൽ, എല്ലാവരും പറയട്ടെ, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ കാണുമ്പോൾ ഓരോന്നല്ല, ഭൂതങ്ങളുടെ മേലെ അധികാരം നടത്തും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതാരാണ്? വിശ്വസിക്കുന്നവരാ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആ നിമിഷം തൊട്ട് ദൈവമാക്കിയിരിക്കുന്ന പൊസിഷനിലൂടെ ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ അധികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഞാൻ കാണുന്നത് ഈ അധികാരമാണ് ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആമേൻ, ഇത് പൊസിഷനിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം പറയുന്നത്. നമ്മളെല്ലാവരും ഈ പൊസിഷനിൽ ഒതുങ്ങിപ്പോവുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പേരുണ്ട്. നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് വന്നത്? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അല്ലെ? അഭിഷേകം പ്രാപിച്ചു. പിന്നെ എന്താണ്? മറ്റേ 7 അടിസ്ഥാന ഉപദേശം പറഞ്ഞ അതിനകത്തൊന്നുണ്ട് കൂട്ടായ്മ. ഞാൻ പറഞ്ഞ മെയിൻ കാര്യം കൂട്ടായ്മ ഉണ്ട്. ഈ കൂട്ടായ്മ ഉള്ളത് കൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ പൊസിഷനിൽ ക്രിസ്ത്യാനി. ഒരു സ്തോത്രം പറയാമോ? ഈ പൊസിഷൻ ക്രിസ്ത്യാനിക്കുള്ള ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? അല്ലെങ്കിൽ പൊസിഷൻ ദൈവമക്കളുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇവർക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ ലൈഫ് വേണ്ട, ഇവർക്ക് ക്രിസ്ത്യ ജീവിതത്തിന്റെ അധികാരം മാത്രമേ, അതിൽ തൃപ്തനാണ്. സ്തോത്രം. വിടുതൽ മതി, സൗഖ്യം മതി, അനുഗ്രഹം മതി. പക്ഷെ അടുത്ത ഘട്ടം എന്തെന്ന് ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. സ്തോത്രം പറയാം. ദൈവമക്കളെ, ഈ ആയിരിക്കുന്നത് 2026 നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൈവസഭ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ട് 21 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ദൈവസഭ പൊസിഷണൽ ക്രിസ്ത്യാനിയായിട്ട്, അത് പറഞ്ഞാൽ പേരിൽ മാത്രം ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്ന സാഹചര്യം മുമ്പിൽ കാണുമ്പോൾ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. ഞാനൊരു പേര് കൊണ്ടുള്ള ഒരു ക്രിസ്ത്യാനി അല്ല, ഞാൻ ജീവിതം കൊണ്ടൊരു ക്രിസ്ത്യാനിയായിട്ട് മാറാൻ പോവുക. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പൊസിഷണൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിന് അധികാരം ഉണ്ടെന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. സ്തോത്രം. നമ്മൾ ഏറ്റവും പറയുന്ന ഒരു വ്യക്തിയിൽ കൃപാവരം വെളിപ്പെട്ടാൽ നമ്മൾ പറയുന്നു എന്താണ്? അതാണ് നമുക്ക് വലുതല്ലേ. ഞാൻ ഇവിടെ നിന്ന് യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറഞ്ഞ് ഒരാളുടെ പേര് വിളിച്ചാൽ നിങ്ങൾ പറയും അയ്യോ, സ്തോത്രം അല്ലേ? പക്ഷേ അതിന് ബൈബിൾ പറയുന്ന പേരെന്തെന്നറിയാമോ? ഗിഫ്റ്റ് എന്ന. സ്തോത്രം. അത് സൗജന്യമായിട്ട് കിട്ടുന്നതാ. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മാനം അല്ലേ? സമ്മാനമാണ്. അപ്പോ ഈ കിട്ടിയവന്റെ യോഗ്യത അവിടെ, യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഗിഫ്റ്റ് കിട്ടുന്നത്. പറ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല.
യോഗ്യത ഉണ്ടായിട്ടാണോ ഗിഫ്റ്റ് കിട്ടുന്നത്? അല്ല, തരുന്നവന്റെ യോഗ്യതയ്ക്കാണ് ഗിഫ്റ്റ് തരുന്നത്. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ജൂഡിത്ത് പാസ്റ്ററിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോ എന്തേലുള്ള പൈസയുടെ വലിപ്പത്തിൽ ഞാൻ ഗിഫ്റ്റ് കൊടുക്കും. ഒരു സ്തോത്രം. ദൈവം ഗിഫ്റ്റ് തന്നു എന്ന് പറഞ്ഞാൽ, കൃപാവരം തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പേർ വിളിക്കുന്നു, അല്ലെങ്കിൽ അത്ഭുതം നടക്കുന്നു, അല്ലെങ്കിൽ അടയാളം നടക്കുന്നു, ഇവിടെയുള്ള വ്യക്തികളിൽ സൗഖ്യം നടക്കുന്നു. ഇതെല്ലാം എന്ന് പറയുന്നത് പൊസിഷനിൽ കിട്ടുന്ന ഗിഫ്റ്റാണ്. ഒരു സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുത്രനായോണ്ട് ദൈവം എന്തോ കൊടുക്കുന്നു? ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒരു സ്തോത്രം. നമ്മളെല്ലാം ഇപ്പൊ ഗിഫ്റ്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സ്തോത്രം. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാന്നുള്ള പോലെ സത്യം അറിയാമോ? ദൈവത്തിന് എതിരായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത് ആരെന്നറിയാമോ? ദൈവത്തിനെതിരാണ്. ബൈബിൾ പ്രകാരം ദൈവത്തിനെതിരാരാ? നമുക്കാണ്. ബൈബിൾ പ്രകാരം ദൈവത്തിന് എതിരെന്ന് പറയുന്നത് പിശാചല്ല. ബൈബിൾ പ്രകാരം ദൈവത്തിനെതിരെ മാമോനാണ്. മാമോൻ എന്ന് പറഞ്ഞ പിശാചല്ല, മാമോൻ എന്ന് പറഞ്ഞ പൈസ അല്ലേ? നമുക്കറിയാമല്ലോ മാമോൻ എന്ന് പറഞ്ഞ. പക്ഷെ വേറെ ഒരു സ്ഥലത്തും ദൈവം പിശാചിന് എതിരെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ബൈബിളിൽ ഒരു വചനമില്ല. നമ്മളാണ് യേശു അപ്പുറത്ത് പിശാച്. യേശു പറഞ്ഞത് പിശാചിനെയല്ല, പണം. എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാ യേശു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാമോനെ പറയുന്ന പറഞ്ഞ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ, രണ്ട് യജമാനനെ ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്ന 99.9% വിഷയങ്ങളും പൈസ ഉണ്ടെങ്കിൽ നടക്കും. അല്ലേ? സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ 99.9% വിഷയങ്ങളും പൈസ ഉണ്ടെങ്കിൽ നടക്കും. ബാക്കി 1% ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു സ്തോത്രം പറയാമോ? അതുകൊണ്ടാണ് ദൈവം ഓപ്പോസിറ്റ് ആരെ വെച്ചേ? അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത് എന്ത് വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന ഏത് റൂട്ടിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ആവശ്യം ഏത് റൂട്ടിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്? അതിനെയാണ് പൊസിഷണൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നത്. ഒരു സ്തോത്രം. ഇന്ന് പകൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ആമേൻ പറഞ്ഞാട്ടോ. ഒരു സ്തോത്രം. ഞാൻ പറയുന്നറിയാമോ? കൃപാവരം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനത്തിൽ കിട്ടുന്നതാണ്. സ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ സ്ഥാനം? ദൈവത്തിന്റെ മകൻ എന്നുള്ള പൊസിഷനിൽ, ആ സ്ഥാനത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് കൊണ്ട് ഈ സ്ഥാനത്തിന് ഒരു അധികാരമുണ്ട്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. അത് സുഖം, അത് ഭയങ്കര അധികാരം. അത് തിരിച്ചറിഞ്ഞാലും നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ അധികാരം തിരിച്ചറിഞ്ഞേ കണ്ടിരിക്കുന്നത്. അത് വലിയ വിശാലമായ ഒരു അധികാരമാണ്. അതിനകത്ത് അത്ഭുതം നടക്കും. ഭൂതങ്ങൾ മാറിപ്പോകും. ഒരു സ്തോത്രം. ഭൂതം പോകും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞാൽ പോകും. എങ്ങനെയാണ് പോകുന്നത്? നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, യേശുവിന്റെ നാമത്തിന്റെ ശക്തി കൊണ്ട്. അവൻ നിനക്ക് ദൈവം തന്നിരിക്കുന്ന പുത്രൻ എന്നുള്ള പദവി കൊണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗിയെ സൗഖ്യമാകാൻ പറഞ്ഞാൽ അവർ സൗഖ്യമാകും. ആമേൻ. സ്തോത്രം. മരണകരമായുള്ള യാതൊരു കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. കാരണം വചനം അത് പറയുന്നു. ഒരു സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് അറിയാമോ? ഈ പൊസിഷൻ കൊണ്ട് ഞാൻ വായിച്ച നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഒരു സ്തോത്രം പറയാമോ? ഈ സ്ഥാനം കൊണ്ട് നമുക്ക് നിത്യതയിലേക്ക് പോകാൻ പറ്റത്തില്ല. ഈ സ്ഥാനം ദൈവം തന്നത് എന്തെന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് എത്താൻ വേണ്ടി ഈ സ്ഥാനം എന്താണോ അതിന്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ഒരു സ്തോത്രം. നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ വേദപുസ്തകത്തിൽ അടിസ്ഥാനം ഉണ്ടാകുന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. നമ്മൾ ഇതുവരെ കേട്ടത് ഇങ്ങനെ അല്ലല്ലോ. ഉണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, അടുത്തത് നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തു. അടുത്തത് എന്ന് പലരും അന്ന് കർത്താവിനോട് പറയും. ഒരു സ്തോത്രം.
ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണുന്ന സംഭവമാണ്. സ്തോത്രം. എന്താണ്? നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അടുത്തത് നിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു വന്നു. വീര്യപ്രവർത്തികൾ. ഹല്ലേലൂയ. വീര്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ കാണുന്ന തലവേദന മാറുന്ന അത്ഭുതമല്ല. കണ്ണ് ഇല്ലാത്തവന് കണ്ണ് വരുന്ന അത്ഭുതമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി എടുക്കട്ടെ, 5-ാം അധ്യായത്തിൽ അല്ല 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലത്തെ അത്ഭുതമാണ്. പിറവിയിലെ മുടന്തനായവനെ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്നതാണ് വീര്യപ്രവൃത്തി. ഇതെല്ലാം ചെയ്ത വ്യക്തികൾ അവിടെ ചെന്ന് പറയുകയാണ്, കർത്താവേ നിന്റെ നാമത്തിൽ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി, അന്ന് ഞാൻ അവരോട് ഓ അതാണ് വിഷയം. നമ്മൾ വരയിടേണ്ട ഭാഗം എന്ന് പറയാമോ, ഒരു നാളും ഒന്ന് വരയിടണം. സ്തോത്രം. ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഒരു നാളും എന്ന് പറഞ്ഞ അർത്ഥം, നീ ഭൂതത്തെ പുറത്താക്കിയപ്പോഴും ഞാൻ അറിഞ്ഞില്ല, നീ വീര്യപ്രവൃത്തി ചെയ്തപ്പോഴും ഞാൻ അറിഞ്ഞില്ല, നീ രോഗശാന്തി ചെയ്തപ്പോഴും ഞാൻ അറിഞ്ഞില്ല. പിന്നെ അറിയാതെ എങ്ങനെ ഇവൻ ചെയ്തു? സ്തോത്രം. അതാണ് യേശുനാമത്തിന്റെ ശക്തിയും അവന് ദൈവമാക്കിയിരിക്കുന്ന അധികാരം. ഒരു സ്തോത്രം പറയാമോ? ഒരു പൊസിഷണൽ ക്രിസ്ത്യൻ. പക്ഷെ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിത്വം ഉണ്ട്. അതാണ് നമ്മൾ 2-ാമത്തെ വെച്ച് വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. റോമാലേഖനം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആദ്യം പറഞ്ഞു, യേശുവിനെ കൈക്കൊള്ളുന്നവൻ ദൈവ മക്കൾ ആകുവാൻ എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവന് യോഗ്യതയില്ല, പക്ഷെ ആ യോഗ്യത ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇപ്പൊ നമ്മളെല്ലാം ആയിരിക്കുന്നത് ആ സ്ഥാനത്താണ്. അടുത്തതുണ്ട്, ഈ സ്ഥാനത്ത് നിൽക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്. സ്വത്രം ദൈവ മക്കളിലേക്ക് നമ്മൾ അനുരൂപപ്പെടാനാണ് ദൈവം ആക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് അനുരൂപപ്പെടാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളായി റിയലായിട്ട് പൂർണ്ണതയിൽ ദൈവത്തിന്റെ മക്കളായി മാറും. ഇതെന്ന് പറയുന്നത് പൊസിഷൻ അല്ല, സ്ഥാനമല്ല. ഇതെന്ന് പറയുന്നത് ജീവിതമാണ്. എല്ലാവരും പറഞ്ഞേ, ജീവിതമാണ്. എന്നാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് ജീവനാണെന്നാ എന്റെ ബൈബിൾ പറയുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ എന്ന് പറഞ്ഞാൽ ഞാനും ജീവനുള്ള വ്യക്തിയാണ്, നിങ്ങളും ജീവനുള്ള വ്യക്തിയാണ്. പിന്നെ ജീവൻ എന്ന് പറഞ്ഞാൽ ഞാനും ജീവനുള്ള വ്യക്തിയാണ്, പറക്കുന്ന കാക്കയും ജീവനുള്ള വ്യക്തിയാണ്. പക്ഷെ എന്റെ ജീവനെ വിളിക്കുന്നത് മനുഷ്യജീവൻ എന്നാണ്. സ്വത്രം. എന്റെ ജീവനെ വിളിക്കുന്നത് മനുഷ്യജീവൻ എന്നാ. കാക്കയുടെ ജീവനെ വിളിക്കുന്നത് കാക്കയുടെ ജീവൻ. അത്രേ ഉള്ളൂ. ഇതാവൂലി ഭയങ്കര മർമ്മമൊന്നുമില്ല. ഒരു സ്വത്രം. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ, മനുഷ്യജീവനുള്ളവൻ മനുഷ്യന്റെ ഗുണവും, കാക്കയുടെ ജീവനുള്ളവൻ കാക്കയുടെ ഗുണവും കാണിക്കും. ഒരു സ്വത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ഒരു തേനീച്ച, നിങ്ങൾ തേനീച്ച, ഇന്ത്യയിലുള്ള തേനീച്ച എടുത്ത് തേനീച്ചയുടെ കൂട് നോക്കിയാലും ആഫ്രിക്കയിലുള്ള തേനീച്ചയുടെ കൂട് നോക്കിയാലും ഒന്ന് തന്നെ. സ്വത്രം. കൂടുണ്ടാക്കി വെച്ചേക്കുന്നത് ഒരുപോലെയാണ്. അത് ഇന്ത്യയിൽ നിന്ന് ആരും ചെന്ന് ആഫ്രിക്കയിൽ ക്ലാസ് എടുത്തിട്ടില്ല, ആഫ്രിക്കയിൽ നിന്ന് ആരും വന്ന് ഇന്ത്യയിൽ ക്ലാസ് എടുത്തിട്ടില്ല. സ്വത്രം. ഹല്ലേലൂയ. ഇത് ഉണ്ടാക്കുന്നത് ജീവനിലുള്ള പ്രവൃത്തിയാണ്. സ്വത്രം. അതുപോലെ നമ്മൾ കൊച്ചിലേക്ക് അവൻ ചിരിക്കാനും നമ്മൾ ചിന്തിക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു കഥയുണ്ടെന്ന് അറിയാമോ? കുയിലിന്റെ കഥ. കുയിലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മുട്ടയിടുമ്പം കാക്കയുടെ കൂട്ടിലേ ഇടുള്ളൂ. അത് ഇവിടത്തെ കുയിലായിരുന്നാലും ആഫ്രിക്കയിലെ കുയിലായിരുന്നാലും സ്വന്തമായിട്ട് ഇതുവരെ കൂട് കെട്ടി മുട്ടയിട്ടിട്ടില്ല. ഇതെങ്ങനെയാണ്? ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടോ? അവിടെ പോയും ക്ലാസ് എടുത്തിട്ടില്ല. അത് അവന്റെ ജീവനിലുള്ള ഒരു പ്രവൃത്തിയാണ്. ഒരു സ്വത്രം പറയാമോ? ഇതാണ് കർത്താവ് പറയുന്നത്. രക്ഷിക്കപ്പെട്ട നിന്നെ വിളിക്കുന്നത്
ദൈവത്തിന്റെ മകനെന്നും നീ ദൈവത്തിന്റെ ജീവൻ നിന്നിലുണ്ട് എന്ന് പറയുമ്പോഴും നിന്നിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഒരു സ്വത്രം പറയാമോ? അല്ല, വേറെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അല്ല ലൂയ. യേശു കർത്താവിന്റെ പ്രസംഗം മൊത്തം ഇതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിച്ച് ചിലപ്പോൾ അതിനെ വേറെ രീതിയിലാക്കിയെന്നേ ഉള്ളൂ. സ്വത്രം. ഗിരിപ്രഭാഷണം മൊത്തം എടുത്തു നോക്കിയാൽ യേശു ക്രിസ്തു മൊത്തം പറയുന്നത് എന്താണോന്നാണ്. ഈ സ്വന്തങ്ങൾ വായിച്ചാട്ടെ. മത്തായി സുവി 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണർ ആകുവിൻ. ഒന്നുകൂടെ. ആകയാൽ നിങ്ങളുടെ ഞാൻ പറഞ്ഞു. ആകയാൽ നിങ്ങളുടെ ആരുടെ സ്വത്രം. വാക്യം കിട്ടിയോ? എന്നിട്ട് എന്നെ കൊണ്ട് നോക്കിക്കോ. ആമേൻ. ആകയാൽ ആരുടെ? നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണ്ണൻ ആയിരിക്കുന്നത് പോലെ സ്വത്രം നിങ്ങളും സൽഗുണപൂർണർ ആകുവിൻ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇതിന്റെ അർത്ഥം എന്താ? ഈ വചനത്തിന്റെ അർത്ഥം എന്താ? ഞാൻ വിശുദ്ധനായിരിക്കുക, നിങ്ങളും സ്വത്രം. അത് നമ്മൾ പറയുമ്പോൾ ഇച്ചിരി കടുപ്പിച്ച് പറയുന്നതാണ്. പക്ഷെ ദൈവം പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയാമോ? നിങ്ങളുടെ അപ്പൻ സൽഗുണപൂർണനായിരിക്കുന്നത് കൊണ്ട് അപ്പന്റെ സ്വഭാവം ആര് കാണിക്കണം? മക്കൾ കാണിക്കണം. സ്വത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചേക്കുന്നത് അപ്പന്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയാണ്. ഒരു വാക്യം, ഇഷ്ടം പോലെ വാക്യമുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഈ 48 പറയുന്നതിന് മുമ്പ് 5:13 തൊട്ട്. നിങ്ങൾ ഭൂമിയിലെ ഉപ്പായിരിക്കുന്നു. ഒന്ന്, നിങ്ങൾ ആരാണ്? എല്ലാവരും പറഞ്ഞാട്ടെ. നിങ്ങൾ ആരാണ്? ഭൂമിയിലെ ഉപ്പ്. അടുത്തത് 14 പറയുന്നു. അതുകൊണ്ട് അടുത്ത 14-ാമത്തെ വാക്യം പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അല്ലേ? നിങ്ങളുടെ ബൈബിൾ ഉണ്ടല്ലോ. 14-ാമത്തെ വാക്യം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അടുത്തത് 14 തന്നെ പറയുന്നു നിങ്ങൾ പട്ടണമാകുന്നു. അല്ലേ? സ്വത്രം. അത് കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം പറയുക നിങ്ങൾ ലോകത്തിന്റെ ഉപ്പിന്റെ ഗുണം രുചി വരുത്തുക. ശരി, ആമേൻ. അടുത്തത് നിങ്ങൾക്കറിയാം, ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞ ഇരുട്ട് മാറ്റണം. ശരി, ആമേൻ. അടുത്തത് പട്ടണം എന്ന് പറഞ്ഞ പട്ടണം എന്ന് പറഞ്ഞ സിമ്പിൾ ആണ്. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുതരാം. പട്ടണത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? വില്ലേജ് എന്ന് പറയും. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയും എല്ലാം ഉള്ള അവസ്ഥയും. ഇത്രയേ ഉള്ളൂ. ഒരു സ്വത്രം. ഹല്ലേലൂയ. എന്നിട്ട് 16-ാമത്തെ വാക്യം വായിച്ചേ. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കര പഠിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ പറയുന്നത്, അമേൻ, സ്തോത്രം, ഇത് ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അപ്പോ നേരത്തെ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചാൽ എന്താ? നമ്മുടെ വെളിച്ചം കണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം കണ്ട് നമ്മളെ കണ്ടുകൊണ്ട് ആരെ വാഴ്ത്തണം? സ്വത്രം. നമ്മളെ കണ്ട ആരെയാണ് വാഴ്ത്തുന്നത്? ആരെയാണ് വഴിക്കുന്നത്? ഈ ആൻസറിലാണ് നമ്മുടെ വിടുതലിരിക്കുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട് നല്ലതാണോ പറയുന്നത്? വീട്ടുകാരും പറയണം, നാട്ടുകാർ പറയണം, സഭ പറയണം, ഏറ്റവും അടുത്ത് എന്റെ ഭാര്യ പറയണം,
എന്റെ മക്കൾ പറയണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ നിങ്ങൾ ഇന്ന് പുറത്തെടുക്കാൻ വേണ്ടിയാണ്. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് ആ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പോ ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ വിധിക്കാൻ വേണ്ടി എടുത്ത വചനമല്ല. ഞാനിതിന്റെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ആരെ പോലെ ആകണം? ദൈവത്തെ പോലെ. അത് പറയുന്നത് എന്താണ്? സൽ ഗുണ പൂർണ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുള്ള സൽഗുണം. ഇതിൽ നിന്ന് ഒരു അംശം പോലും നമ്മളിൽ കുറഞ്ഞു കാണാൻ ആരാഗ്രഹിക്കുന്നില്ല? സ്വന്തം പറഞ്ഞാട്ടെ, ദൈവം ഒരു അംശം പോലും കുറഞ്ഞ് ഇതിൽ നിന്ന് കുറഞ്ഞു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ വചനം പറയുന്നത്, നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും. ഇനി അടുത്ത ചോദ്യം, ഇത് നടക്കോ ഇല്ലയോ? അതാണ് വിഷയം. ഇത് നടക്കും. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇവിടെയാണ് ദൈവസഭ പരാജയപ്പെട്ടത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഉവ് എന്നേ ഉള്ളൂ, അതിന് നോ എന്ന്. അപ്പോ സൽഗുണപൂർണ്ണനാകാൻ പറ്റുമോ ഇല്ലേ? ഇനി അടുത്ത ചോദ്യം, ഇനി നിങ്ങൾ പറയണം, പറ്റുമോ? സ്വത്രം എന്ന് പറ, ഞാൻ സൽഗുണ പൂർണ്ണനാകും. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്ത് പറ, ധൈര്യത്തോടെ പറ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ കോട്ടയും ഇന്ന് പകൽക്കാലം ഇടിയപ്പെടണം. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായിട്ട്, ദൈവിക പദ്ധതികൾക്ക് വിരോധമായിട്ട്, ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുന്ന മാസ്റ്റർ പ്ലാനിന് വിരോധമായിട്ട് ശത്രു കെട്ടിരിക്കുന്ന എല്ലാ കെട്ടുകളും ഇന്ന് യേശുവിൻ നാമത്തിൽ ഉടയട്ടെ, തകരട്ടെ. ഇന്ന് ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഇതിനാണ് ദൈവം നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത്. അതാ ഞാൻ വായിച്ച വാക്യം, 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ മക്കളാകുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ദൈവാത്മാവ് നടത്തുന്നവൻ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് പറഞ്ഞാൽ ഇത് നടത്തുന്നത് നമ്മളല്ല, നടത്തുന്നത് ദൈവാത്മാവാണ്. സ്തോത്രം. നിങ്ങൾ ആദ്യം പറഞ്ഞ ആൻസർ ശരിയോ? ശരി. എന്താണ്? ഞാനാണ് ശ്രമിക്കുന്നെങ്കിൽ നടക്കൂല. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ നല്ലവണ്ണം ജീവിക്കുമെന്ന് പറഞ്ഞാ നടക്കൂല, വഴി തട്ടി വീഴേയുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്തിട്ട്, കർത്താവ് എനിക്ക് പറ്റത്തില്ല, അങ്ങേക്ക് കഴിയൂ എന്ന് പറയാൻ ഒരു ഹൃദയം നമുക്കുണ്ടായാൽ അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. ആത്മാവ് ചലിച്ചു തുടങ്ങും, ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും, ആത്മാവ് അധികാരത്തോടുകൂടി നിയന്ത്രിച്ചു തുടങ്ങും. പകൽ എന്റെ പ്രധാന ദൂതാണ്, അവൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ എന്ന് പറഞ്ഞാൽ ദൈവ സ്വഭാവമുള്ളവരായി തീരാനാണ് വിളിച്ചിരിക്കുന്നത്. ഈ സ്വഭാവമുള്ളത് എങ്ങനെ നമുക്കാകാൻ കഴിയും? ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് വരാൻ പറ്റും. സ്വത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഉള്ള പ്രൊവിഷൻ മൊത്തം ആരാ തരുന്നത്? അല്ലേ? നമ്മൾ പ്രസംഗം കേട്ടിട്ടില്ലേ? അല്ലേ? ദൈവമാണ് വിളിച്ചെങ്കിൽ സ്തോത്രം. മനുഷ്യനാണ് വിളിച്ചെങ്കിൽ നടക്കത്തില്ല. ഒരു സ്തോത്രം. അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ആമേൻ. ഞാൻ എൻ്റെ മോൻ ജനിച്ച ശേഷമാണ് മോന് ഡ്രസ് ഇടണ തീരുമാനിക്കുന്നത്, മോനൊരു ഷൂസ് വാങ്ങിയാണ് തീരുമാനിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ആദ്യം ഭൂമി ഉണ്ടാക്കി, എന്നിട്ട് ഭൂമിയിലുള്ള എല്ലാം ഉണ്ടാക്കി,
എന്നിട്ട് അവനെ താമസിക്കാൻ ഒരു തോട്ടം ഉണ്ടാക്കി. ആ തോട്ടത്തിൽ എന്തൊക്കെ കൊടുക്കാം അതെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ആണ് ദൈവം അവനെ അവിടെ ആക്കിയത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. എങ്കിൽ എന്നെ പോലെ ആകണം, നമ്മുടെ ദൈവത്തെ പോലെ ആകണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുപോലെ ആകാനുള്ള എല്ലാം നിന്റെ ചുറ്റുവട്ടത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ശേഷമാണ് അവൻ ഇതിനകത്ത് ദൈവദൂത എഴുതി വെച്ചിരിക്കുന്നതെന്ന് ആ വെളിപ്പാടെന്ന് പകൽ തിരിച്ചറിഞ്ഞാൽ ഇന്നൊരു ചലനം നടക്കുകയാ, ആത്മാവിൽ ഒരു ചലനം നടക്കുകയാ. ഹല്ലേലൂയ. നമ്മളത് കാണുന്നില്ല. അതുകൊണ്ടാ അവൻ എഫെസ്യ ലേഖനത്തില് അവൻ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിന് വരേണ്ടതിന്. എന്നിട്ട് അതിന്റെ മുമ്പിൽ പറയുന്നത് എന്താ? വിളിയുടെ ആശ. ഒരു സ്തോത്രം. ആശ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്ന ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ആശയും പ്രത്യാശയും തമ്മിലുള്ള പ്രത്യേകത. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്കൂട്ടി വെച്ചിട്ട് അതുപോലെ ആകുമെന്ന് ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ് പ്രത്യാശ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ രണ്ടാം വരവ് നമുക്ക് പ്രത്യാശയാണ്. നമ്മുടെ ആശയല്ല, നമ്മുടെ പ്രത്യാശയാണ്. അത് എന്തുകൊണ്ടാണ് പ്രത്യാശയായത്? അത് ഇങ്ങനെ നടക്കും. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് പറഞ്ഞാൽ ഓർഡറുമായി ദൈവം ഒരുക്കി വെച്ചിട്ട് അതിനെ കാണാൻ പറയുന്നതാണ് പ്രത്യാശ. സ്വത്രം പറയാമോ? അങ്ങനെ വിളിയുടെ ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ പറയുന്ന അർത്ഥം എന്തെന്നറിയാമോ? നാം എങ്ങനെയാകുമെന്ന് ദൈവം മുന്നമേ നിർണയിച്ച് അതിനെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടാണ് ദൈവം പറയുന്നത്, പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. സ്വത്രം പറഞ്ഞാൽ ഇന്ന് പിശാച് വന്ന് ചെവി പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ഇല്ല, എനിക്ക് പറ്റും. വേദപുസ്തകത്തിൽ ഞങ്ങൾക്ക് ചെയ്യണമെന്നും ഞങ്ങളാകണമെന്നും പറഞ്ഞ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം എന്റെ ജീവിതത്തിൽ നടക്കും. ഒന്നും കുറയത്തില്ല. ഞാൻ ഉറപ്പ് വരാം, ഒന്നും കുറയത്തില്ല. അത് അനീഷിന്റെ വാക്കല്ല, പറഞ്ഞ ദൈവത്തിന്റെ വാക്കാണ്. ആ ദൈവത്തിന് മേലുള്ള എന്റെ ഉറപ്പാണ്, ആ ദൈവത്തിന് മേലുള്ള എന്റെ വിശ്വാസമാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറിയ ചരിത്രം ഇതുവരെ ഇല്ല, അത് നാളെയുമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പൊസിഷനിൽ നമ്മൾ ആ പുത്രന്റെ സ്ഥാനത്ത് എത്താൻ നമ്മൾ ഒന്നും ചെയ്യണ്ട. ആരാ ചെയ്യുന്നേ? ദൈവം എല്ലാം ചെയ്തു. ഒരു സ്തോത്രം. ദൈവം എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തോ? നമ്മൾ ആകെ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ കൊരിന്ത്യർ ലേഖന പ്രകാരം വായിച്ച അതുപോലും പറഞ്ഞത് നമ്മളല്ല, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരു വ്യക്തിക്കും യേശു കർത്താവെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതും പറഞ്ഞത് നമ്മളല്ല, അല്ലേ? സ്വന്തം ഫ്രീ ആയിട്ട് ദൈവം ആ പൊസിഷൻ നൽകി. പക്ഷേ അടുത്തത് ഉപവാസം ഇരുന്ന കിട്ടത്തില്ല, ഫ്രീ ആയിട്ട് കിട്ടുകയല്ല, നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചാലേ കിട്ടും. ഒരു സ്വത്രം പറയാമോ? ഒരു സ്വത്രം പറയാമോ? ആമേൻ. സ്വത്രം. അതുകൊണ്ടാണ് നിങ്ങൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ എല്ലാം ഈ ഭാഗം രണ്ടായിട്ട് തരംതിരിച്ചെല്ലാം പറയുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൊരിന്ത്യർ ലേഖനം എടുക്കണ്ട, 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് ലേഖനം എഴുതുന്നത് എന്താണ്? കൊരിന്തിലുള്ള എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി എഴുതുന്നു. എന്നിട്ട് താഴെ വായിച്ച ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ 4 അവിടെ ഉണ്ട്, അല്ലേ? സ്വത്രം. വിശുദ്ധനാണ്, പക്ഷെ 4 ഗ്രൂപ്പ് അവിടെ ഉണ്ട്. അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, അതിന് കഴിഞ്ഞിട്ട് ക്രിസ്തുവിന്റെ പക്ഷം. അതാണ് ഏറ്റവും വലിയ ചിരി എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്രിസ്തുവിന്റെ പക്ഷത്തെയും ദൈവം അംഗീകരിക്കുന്നില്ല. സ്വതം. നമ്മൾ വിചാരിക്കും ക്രിസ്തുവിന്റെ പക്ഷം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. നോ, ഈ മറ്റൊന്നിനെയും 3 കൂട്ടിയടിക്കാൻ വിട്ടിട്ട് ഞങ്ങളാണെന്ന് പറഞ്ഞ് മാറി യേശു ദൈവത്തിന്റെ പക്ഷം എന്ന് പറഞ്ഞ് അത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് ഒരേ ഒരു പക്ഷേ ഉള്ളൂ. ഒരു സ്വത്രം പറയാമോ? ഹല്ലേലൂയ. പക്ഷേ 3-ാമത്തെ അധ്യായം
1-ാമത്തെ വാക്യത്തില് ഇതിന്റെ വ്യക്തത പറയുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധരെന്ന് വിളിക്കുന്നത് എല്ലാരെയും കൂട്ടി അവരുടെ സ്ഥാനത്തെ, പൊസിഷനെ വിളിക്കുന്നത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? വിശുദ്ധരാണ്. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭിന്നത കാണുന്നു. എന്നിട്ട് പറയുന്ന ഭാഗം ഭയങ്കര സന്തോഷമുള്ള ഭാഗമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്നും കൂടെ എഴുതി വായിക്കണം. ഞാൻ വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം. നിങ്ങൾ ഭിന്നത വന്ന് നിങ്ങൾ കേവലം ജഡീകന്മാരെ പോലെ ആയിരിക്കുന്നു. എന്നിട്ട് പറയാം, നിങ്ങൾ കേവലം ആരെ പോലെ? മനുഷ്യരെ പോലെ ആയിപ്പോയി. സ്തോത്രം. അവിടെ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആരെപ്പോലെയായി? അപ്പൊ ഇരിക്കുന്നത് മനുഷ്യരല്ലേ? ഈ കൊരിന്തിലുള്ളവരെ മനുഷ്യരല്ലേ? ഒരു സ്തോത്രം. അവരെ ദൈവം കാണുന്നത് മനുഷ്യരായിട്ടല്ല, ദൈവം കാണുന്നത് ദൈവത്തിന്റെ പുത്രന്മാരായിട്ടാണ്. ഒരു സ്തോത്രം പറയാമോ? പക്ഷെ ദൈവത്തിന്റെ പുത്രനായിട്ട്, ദൈവത്തിന്റെ മക്കളായിട്ട്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ദൈവം കാണുന്നവർ ദൈവത്തിൽ ഇല്ലാത്തത് പ്രവർത്തിച്ചത് കൊണ്ട് ദൈവാത്മാവിനാൽ പൗലോസ് പറയുകയാണ്, കേവലം മനുഷ്യരെ പോലെയാണ്. ഒരു സ്തോത്രം. ഇതിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരല്ല. നിങ്ങൾക്ക് ഇത് പറയാനൊക്കെ ഭയങ്കര പേടി. വേദവസത്തിലുള്ളതാ. നമ്മൾ ആരല്ല. ധൈര്യത്തോടെ പറ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളെന്റെ അർത്ഥം അറിയാവോ? ബൈബിൾ പറഞ്ഞു വെക്കുന്നതാണ്, ദൈവത്തിൽ നിങ്ങൾ ജനിച്ചു. 2-ാമത്, അപ്പന്റെ സ്വഭാവം കാണിക്കണമെന്ന് പറഞ്ഞ മനുഷ്യന്റെ സ്വഭാവമല്ല, മനുഷ്യന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റമുള്ള ഒരു സ്വഭാവമാണ്. അത് ദൈവത്തിന്റെ മക്കളിൽ ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. ഒന്ന് കരമടിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഞാൻ ഒട്ടിച്ച് അവൻ പറയണ്ടേ, അവൻ ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഇത് നടക്കത്തില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ ആൻസർ പ്രകാരം നടക്കത്തില്ല. പക്ഷെ ഇത് നടത്തിക്കുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാവും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മൾ പാട്ട് പാടിയിട്ട് ഏറ്റവും അവസാനം അവൻ ആരാധിക്കാൻ വേണ്ടിയുള്ള ശക്തി തരുന്നതല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ മകനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരു സ്തോത്രം പറയാമോ? അതാ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭൂമി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. എന്നാൽ വെള്ളത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എന്തിനാ ആത്മാവ് പരിവർത്തിച്ചത്? ഇരുളുള്ള ഇടത്ത്, ആഴമുള്ള ഇടത്ത്, ഇരുട്ടുള്ള ഇടത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ച് പുതിയ സൃഷ്ടിയാക്കി പൂർണ്ണതയിലേക്ക് കൊണ്ടുപോയതുപോലെ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന ആത്മാവിനൊരു ദൗത്യമുണ്ട്. മനുഷ്യരിലുള്ള ഇരുള് മാറ്റി, മനുഷ്യരിലുള്ള ആഴത്തെ മാറ്റി, മനുഷ്യരിലുള്ള ശൂന്യതയെ മാറ്റിയിട്ട് ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കുക. സ്വത്രം പറഞ്ഞാട്ടെ, കരമുയർത്തി ഒരു സ്വത്രം കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പകൽ ആ ഒരു സൃഷ്ടിപ്പാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഓടിച്ച് പറയുക. ആമേൻ, സ്വത്രം. അപ്പോൾ നമ്മളിൽ ഈ സ്വഭാവം കൊണ്ടുവരുന്നത് ആരാ? പരിശുദ്ധാത്മാവ്. എല്ലാവരും പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. സ്വത്രം. ഇതിനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ സ്വഭാവത്തെ കൊണ്ടുവരുന്നതിന്റെ കാര്യത്തെ കുറിച്ചാണ് പൗലോസ് 8:14 പറയുന്നത്. ദൈവാത്മാവ് നടത്തുന്നവനായി തീരണം. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവാത്മാവ്. ഹല്ലേലൂയ. ഒരു 9 മിനിറ്റ് ഉണ്ട്. 9 മിനിറ്റ് കൊണ്ട് എനിക്ക് നടത്തണം എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് നടത്തുക എന്ന് പറഞ്ഞ എന്താ? ആത്മാവ് നമ്മളെ, അടുത്ത ചോദ്യം, നമ്മളെ ആത്മാവ് വഴി നടത്തുകയാണോ? സ്വത്രം. എല്ലാത്തിലും വഴി നടത്തുകയാണോ? അതാണ് വിഷയം. ഈ പാസ് എന്ത് പറയുന്നത്? ദൈവങ്ങളെ, ദൈവാത്മാവിൽ നടക്കുക എന്ന് പറയുന്നത് ഇന്നിരുന്ന് സ്വത്രം പറഞ്ഞ് നാളെ കിട്ടുന്ന സംഭവം അല്ല. അത് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ പറയുന്ന ഞാൻ പോലും ദൈവാത്മാവിലല്ല
പലപ്പോഴും നടക്കുന്നത്. എക്സാമ്പിൾ എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, നമ്മൾ ആരെങ്കിലും തമിഴന്റെ പലിശയ്ക്ക് പണം എടുക്കുമ്പോൾ ദൈവാത്മാവിന്റെ അടുത്ത് ചോദിക്കൂ. പൈസ അടയ്ക്കാൻ ഇല്ലാത്ത സമയത്തല്ലേ ദൈവത്തോട് ഒന്ന് ചോദിക്കുള്ളൂ. അയ്യോ, അടയ്ക്കാൻ പറ്റുന്നില്ല അല്ലെ? മൈക്രോ ഫിനാൻസുകാരെ വീട്ടിൽ വന്ന ഒരു ID കാർഡ് കൊടുത്ത ലോൺ കിട്ടുമെന്ന് പറഞ്ഞ ഒരു ആലോചനയില്ല, ഞാൻ ഉൾപ്പെടെ. നമ്മളെന്ന് ഒരു സ്വത്രം പറയാവോ? ഹല്ലേലൂയ. പക്ഷേ ആ സമയത്ത് ദൈവം നമ്മളെ കൈവിടോ? പരിശുദ്ധാത്മാവ് കൈവിടോ? പക്ഷേ ദൈവാത്മാവ് നമ്മളിൽ നിന്ന് പോകോ? ഇല്ല. പക്ഷേ ദൈവാത്മാവ് ഉൾവലി. സ്വത്രം. ദൈവഹിതമില്ല, അത് വിശദീകരിച്ച് പറയേണ്ട കാര്യം, എന്നാലും മനസ്സിലാവുന്നില്ല, ഓട്ടിച്ച് പറഞ്ഞു വിടാം. ദൈവാത്മഹിതമില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കരുന്ന് നോക്കിയാണ്. എത്ര സ്വത്രം പറഞ്ഞാലും ഒരു അന്തരീക്ഷവും ആണ്. ഇത് ദൈവാത്മാവ് വിട്ടുപോണല്ല, ദൈവാത്മാവ് ഒന്ന് ഉൾവലി. ഒരു സ്വത്രം പറയാമോ? എന്നിട്ട് നമ്മൾ വന്നത് കുറ്റം പറയും, ബാസന്റെ ലീഡിങ് ശരിയല്ല, അവൻ കൊയറത്തിന്റെ പാട്ട് ശരിയല്ല, ഇന്നെന്തോ ആ പ്രസംഗം ഒന്ന് സംഭവം അവരെ കുഴപ്പമില്ലെന്നാണ് എന്ന് പറഞ്ഞ പരിശുദ്ധാത്മ വാസമില്ല. പരിശുദ്ധാത്മ കൊയറിന്റെ കയ്യിലാണോ? പരിശുദ്ധാത്മ നമ്മളില്ല. അപ്പൊ നമ്മളിലുള്ള ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ആരില്ല കുഴപ്പം? നമ്മളില്ല. ഇത് ഓരോ ദിവസം തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഇതിന്റെ കൺട്രോളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് നമ്മളെ എന്ന് തൊട്ട് ഓരോ ദിവസവും ആക്കും തോറും ദൈവകൃപ നമ്മൾ വ്യാപരിക്കും. ഇന്ന് കരമടിച്ച് ഞാൻ ഇതിലാണ് ഒരു കയ്യടി പ്രതീക്ഷിച്ചത്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് ആദ്യം പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മളെ കൺട്രോൾ അങ്ങ് ഫുള്ളായി മാറും. സ്വത്രം. ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവിന്റെ രുചി പിടിക്കുമ്പോൾ ലോകത്തിന്റെ രുചി വിടും. ഒരു സ്വത്രം. നേരത്തെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ആത്മാവിന്റെ നടത്തിപ്പ് മക്കളിൽ ഉണ്ടാകണം. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ നടത്തിപ്പ് ഉണ്ടാകാൻ. ആത്മാവിന്റെ നടത്തിപ്പ് തുടർന്ന് കൺട്രോൾ ഏറ്റെടുക്കുന്നതാണ്. പക്ഷെ അപ്പോഴും പൂർണ്ണതയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഓരോ ദിവസവും പൂർണ്ണതയിലേക്ക് നമ്മൾ വന്നോണ്ടിരിക്കുകയുള്ളൂ. സ്വത്രം. ഹല്ലേലൂയ. ആദ്യ സമയത്തുള്ള കൺട്രോൾ വേറെയാണ്, പിന്നെ വരുമ്പോഴുള്ള കൺട്രോൾ വേറെയാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയും തോറും ഓരോ ചെറിയ കാര്യത്തിൽ പോലും ആത്മാവ് ഇടപെട്ടോണം. പക്ഷേ ആദ്യം ഇടപെടുന്ന കാര്യത്തിന് നമ്മൾ അനുസരിച്ചാലേ അടുത്ത ഇടപെടൽ ഉണ്ടാവും. നിങ്ങളൊന്ന് നോക്കിക്കേ, പരിശുദ്ധാത്മാവ് എത്ര നാളായിട്ടായിരിക്കും നമ്മോട് സംസാരിച്ചിട്ട്? ഒരു കാര്യം കൂടെ ഉണ്ട്, മനസാക്ഷിയും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. രണ്ടും ഒന്നല്ല. മനസാക്ഷി എന്ന് പറയുന്നത് വേറെയാണ്. നമ്മൾ കൂടുതലും പറയുന്നത് മനസാക്ഷിയിലുള്ള പറയുന്നതാണ്. പരിശുദ്ധാത്മാവ് എന്നോട് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഒറ്റ വാക്കി ഞാൻ പറയാം. മനസാക്ഷി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ അനുഭവത്തിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണെങ്കിൽ വചനത്തിലൂടെ സംസാരിക്കും. ഇതാണ് തെളിവ്. ഒരു സ്വത്രം. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ദൈവാത്മാവ് എത്ര നാളായിട്ടുണ്ട് നമ്മോട് സംസാരിച്ചത്? എന്തോ പണ്ടെന്തോ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് നമ്മളിപ്പോ അനുസരിക്കാതിരിക്കുകയാണോ? ഇപ്പോൾ ദൈവാത്മാവിന്റെ ശബ്ദം നിലച്ചോ? അത് ഇപ്പോഴും ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഉറപ്പ് തരാം, ദൈവാത്മാവ് നിങ്ങളെ വിട്ട് പോയിട്ടില്ല. കാരണം അങ്ങനെ ഒറ്റയ്ക്ക് വിട്ട് പോവാനല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്, കൂടെ കൊണ്ടുപോകാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാട്ടെ. നമ്മള് ഉള്ളിൽ വ്യാകുല തോന്നുകയാണെങ്കിൽ നമ്മൾ ചിന്താഭാരം കൂടെയാണോ എങ്കിൽ
ദൈവാത്മാവ് സംസാരിക്കുന്നില്ലെന്നല്ല അർത്ഥം. നാളെ കുറിച്ചുള്ള വിചാരം കൂടുകയാണോ? ദൈവാത്മാവ് സംസാരിക്കുന്നില്ലെന്നർത്ഥം. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവാത്മാവ് സംസാരിക്കുന്നില്ലെന്ന് പറയും. കാരണം യേശു കർത്താവ് പറഞ്ഞേക്കുന്നത് ഭാരം ആരിലിടാനാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്നാൽ വചനത്തിന് വിരോധമായി. വചനത്തിന് വിരോധമായെങ്കിൽ ആര് സപ്പോർട്ട് ചെയ്യില്ല? പരിശുദ്ധാത്മാവ് സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഇപ്പോഴും വിടുതൽ വരാത്തതിന് കാരണം ഇല്ലീഗലായിട്ട് അതിൽ പരിവർത്തിക്കേണ്ട ആത്മാവിന്റെ ശക്തി മാറി നിൽക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥന വിഷയം ഇല്ലീഗലായിപ്പോയി. കാരണം പ്രാർത്ഥിച്ചങ്ങ് ഏൽപ്പിക്കുന്നില്ല, പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വരുത്തുന്നതേ ഉള്ളൂ. സ്വത്രം പറയാമോ? ഇന്ന് പകൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് ഒന്ന് ദൈവത്തോട് സ്വത്രം പറഞ്ഞ ഉള്ളിലേക്ക് ഒരു സമാധാനം ഇറങ്ങി വരും. പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങി എന്നതിന്റെ അർത്ഥം. ഒരു സ്വത്രം പറയാമോ? അത് തിരികെ കർത്താവ് പറയുന്ന ഒന്നിനെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിട്ട് അവന് മോളിൽ പറയുന്നത് ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഷിപ്പിക്കുന്നു ഇല്ല. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. പണ്ടൊരു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ അവൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാണ്, ഇതിനൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞതാ സ്വത്രം. അവൻ ഇതുവരെ ആയിട്ടും ഒരു കാക്ക പോലും പട്ടിണി കിടന്ന് ചാവണം അവൻ കണ്ടിട്ടില്ല. കരണ്ടടിച്ച് ചത്ത കിടക്കണതേ കണ്ടിട്ടുണ്ട്. കാരണം ഭക്ഷണം ദൈവം. എന്നിട്ട് അടുത്ത വാക്യമാണ് അത്ഭുതകരമായ വാക്യം. നിങ്ങളുടെ പിതാവ് അവയെ പോറ്റുന്നു. ആരെ പിതാവ് ആരെ പോറ്റുന്നു? നിങ്ങളുടെ പിതാവ് ഒന്ന് അടിയിലിടണം. നിങ്ങളുടെ പിതാവ് അതിനെ പോറ്റുന്നു. അത് പിതാവിന്റെ ആരുമല്ല, സൃഷ്ടി മാത്രമാണ്. അപ്പൊ സൃഷ്ടിയെ പോറ്റാൻ നിന്റെ പിതാവ്, അതിനും കൂടെ ആഹാരം കൊടുക്കുന്ന പിതാവിനറിയാമെങ്കിൽ നിന്റെ പിതാവ് നിന്നെ പോറ്റും. ഇന്ന് കരമടിച്ച ദൈവത്തിന് പറഞ്ഞു നിർത്തുകയാ സഭയായി. ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. ചെറിയ വിഷയം പോലും ദൈവാത്മാവ് സംസാരിക്കും. ഇത് വലിയ ആളെന്ന് നോക്കിയല്ല ദൈവാത്മാവ് സംസാരിക്കുന്നത്, എല്ലാവരോടും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പ്രത്യേക കഴിവും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ അപ്പൻ്റെ ശബ്ദം എനിക്ക് കേട്ടാൽ മനസ്സിലാവും. നിങ്ങളുടെ അപ്പൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ദൈവം സംസാരിക്കും. ഇന്നു മുതൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വെക്കാം.